നമ്മുടെ വീട്ടിൽ ഇന്നലെ കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇവിടെ ചെടി നടും. അപ്പോൾ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് കൊണ്ടുവന്നത്. അവരുടെ വീട്ടിൽ ചെടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ അവിടുന്ന് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഇതിലാകപ്പാടെ എനിക്ക് അടീനിയത്തിനെയും ജറവറേനെയും മാത്രം അറിയാം. വേറെ ആരെയും എനിക്ക് അറിയത്തൊന്നുമില്ല. എങ്കിലും നമ്മളെല്ലാവരെയും കൊണ്ടുവന്ന് കുഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതൊരു ഇലച്ചെടിയാണ്. ഇത് എന്തായാലും ഒന്നും കളഞ്ഞില്ല, എല്ലാത്തിനെയും കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കിളുത്ത് കിട്ടിയാൽ മാത്രം മതിയായത്. ഇതൊരു ഇഞ്ചി കണക്കത്തെ സാധനം, എൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് ജറബറയാണ്. ജറബറയുടെ പൂ ഇതാണ്. മറ്റേ നമ്മളെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ആ സംഭവത്തിൽ കുത്തി കുത്തിക്കും. ഇപ്പം എനിക്കൊന്നും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോൾസൊക്കെ ഉണ്ടല്ലോ, രണ്ടെണ്ണമൊക്കെ ആയിട്ട് നിന്നേക്ക് രണ്ട് മൂടാം. അപ്പോൾ ഇതിനെ രണ്ടിനും കൂടി ഒരു കളർ തന്നെ രണ്ടിനും കൂടി ഒന്നിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുവാണ്. ഇതിനകത്ത് ഒത്തിരി പൂവൊന്നും പിടിക്കുന്നൊന്നുമില്ല. അങ്ങും ഇഞ്ഞും രണ്ടും മൂന്നും പൂവൊക്കെ പിടിക്കുന്നേ ഉള്ളൂ ഇതിനകത്ത്. എന്ത് പറ്റിയെന്തോ. അപ്പോൾ ഇതിൽ രണ്ടും കൂടി ഒന്നിച്ച് വെക്കാം. അപ്പോൾ രണ്ട് ചട്ടി നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ നിർത്തിയേക്കുവാണ്. ചെടിച്ചട്ടി ഇല്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ചെയ്താലേ നമുക്ക് ചെടിച്ചട്ടി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതെന്തായാലും ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് ഓറഞ്ചിനകത്ത് വെള്ളപ്പുള്ളിയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ വെള്ളയിൽ ഫുള്ള് ഓറഞ്ച് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ പിടിക്കുന്ന പൂക്കളിലെല്ലാം വെള്ളയിൽ ഓറഞ്ച് പുള്ളി ഉള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പിടിക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നല്ലേ? എനിക്കും മനസ്സിലാവുന്നില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ ജമന്തി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇതേപോലെ ചെടിച്ചട്ടിയുടെ ക്ഷാമം ഉണ്ടായതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ്. ജമന്തിയൊക്കെ എവിടെ കളഞ്ഞാലും കിളുക്കും എന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും അവിടെ ഇരിക്കുന്നില്ല. പിന്നെയും കുറച്ച് മണ്ണൊക്കെ പിച്ച് കളഞ്ഞിട്ട് കൊണ്ടുവന്ന് കുഴിച്ച് വയ്ക്കുക. ഈ നിത്യകല്യാണി ഇവിടെ എല്ലായിടവും ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെയും കൂടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് പുഴുതൊക്കെ മാറ്റിയിട്ട് ആ ചെടിച്ചട്ടിയും കൂടി എടുക്കാം. വേറെ എല്ലാം കുഴിച്ച് വെച്ചിട്ടേ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുവാണ്. ഇവിടുന്നും എല്ലാം കുറച്ച് ചെടിച്ചട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇത് നമ്മൾ ജറബറ കുഴിച്ച് വെക്കുവാണ്. ഇത് ഭയങ്കര കെയർ വേണം. കാരണം എൻ്റെ മണ്ടയിലാണ് അതിൻ്റെ കിളിപ്പ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കര കെയർ ചെയ്ത് മണ്ണ് കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുവാണ്. ഇത് ഒത്തിരി ലെങ്തിയുള്ള വീഡിയോ ആണ്. ഇതിനകത്ത് ഇച്ചിരി പോലെയൊക്കെ ഉള്ളൂ. എങ്കിലും അടുത്തതിൽ നമ്മൾ കാണിച്ച് തരാം. അവസാനം ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ